യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ 14 ദിവസത്തെ പ്രാർത്ഥനാ ഒരുക്കത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ യാത്രയുടെ 1-ാം ദിവസമാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ ഈ 10 മിനിറ്റ് നിങ്ങൾ പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടച്ച് ഈ ദിവസം നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ 3 ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചേ. അത് നിങ്ങളുടെ മക്കളുടെ പഠനമാകാം, വിട്ടുമാറാത്ത രോഗമാകാം, അല്ലെങ്കിൽ കടബാധ്യതകൾ മൂലമുള്ള തകർച്ചയാകാം. എന്തുതന്നെയായാലും കർത്താവേ, ഈ 14 ദിവസത്തെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എന്റെ ഈ 3 കാര്യങ്ങളിലും ഒരു വലിയ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് യെശയ്യാവ് 43:14 ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇപ്പോൾ അത് ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും വിജനപ്രദേശത്ത് നദികളുമുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഒരു മരുഭൂമി പോലെ വരണ്ടതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു വഴിയും കാണുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കരയുന്നുണ്ടോ? എങ്കിൽ ഇതാ, ദൈവം നിങ്ങളോട് പറയുന്നു, അവൻ മരുഭൂമിയിൽ വഴിവെട്ടുന്ന ദൈവമാണ്. മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവം സാധ്യതകൾ തുറക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്ന ആകുലതയാണെങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങളുടെ വിജനപ്രദേശങ്ങളിൽ നദികളൊഴുക്കാൻ പോവുകയാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നതുപോലെ പ്രാർത്ഥന എന്നത് അത്ഭുതങ്ങൾക്കുള്ള താക്കോലാണ്. ഈ ചാലഞ്ചിന്റെ 1-ാം ദിവസം മുതൽ തന്നെ നാം ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ വാക്കുകളിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നത്. എനിക്ക് കഴിയില്ല, ഞാൻ തകർന്നുപോയി എന്നല്ല പറയേണ്ടത്. പകരം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ഓരോ നിമിഷവും പറയണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരാതികൾ പറയാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക. നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് സ്നേഹത്തോടെ പെരുമാറാനും മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാതെ അവരെ ചേർത്തു നിർത്താനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്: നിങ്ങൾ താലന്തുകൾ കുഴിച്ചു മൂടുന്നവരാകരുത്. കഠിനാധ്വാനം ചെയ്യുക, ഒപ്പം ദൈവത്തിൽ ആശ്രയിക്കുക. ഈ 14 ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ. ഇന്ന് അവർ സമർപ്പിച്ച ആ 3 നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനമുണ്ടാകട്ടെ. രോഗത്തോഗത്താൽ വലയുന്നവർക്ക് സൗഖ്യവും സാമ്പത്തികമായി തകർന്നവർക്ക് പുതിയ വഴികളും നീ തുറന്നുകൊടുക്കണമേ. ഈ 14 ദിവസത്തെ ചാലഞ്ചിലൂടെ അവരുടെ ജീവിതം സാക്ഷ്യങ്ങളാൽ നിറയട്ടെ. ആരും തകർന്നുപോകാതെ എല്ലാവരെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ ഒളിപ്പിക്കണമേ. അശുദ്ധമായ ചിന്തകളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ തലമുറകളെ നീ സംരക്ഷിക്കണമേ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അവരെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. നാളെ കൃത്യം 6-ന് 2-ാം ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.